കുട്ടീനെ കാണാനേ തമന്നയുടെ ചെറിയൊരു കട്ടുണ്ട് കേട്ടാ. താങ്ക്സ്. സിനിമയിലൊന്ന് ട്രൈ ചെയ്തൂടെ? ഓ, അതൊക്കെ ഒരു ചട്ടക്കൂട് എന്നുള്ള പരിപാടിയല്ലേ? ചട്ടക്കൂടാ? ആ, എന്ത് കൂട്? അങ്ങനെ ഒരു കൂടൊന്നുമില്ല. അതൊക്കെ വെറുതെ അടിച്ചറക്കണേന്ന്. കൃഷ്ണക്ക് സിനിമയിൽ അഭിനയിക്കണം. ഈ സിനിമയിലോ? ഛേ, കളഞ്ഞി. ഇതൊക്കെ ഒരു സിനിമയാണ്. ഇതൊക്കെ വെറും തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഈ ശരിക്കും സിനിമ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ വേറെ ലെവലാണ്. ഈ കാരവാനും ബലൂൺ ലൈറ്റും ജിമ്മി ജിബും 19 പാർ ലൈറ്റും. ബാർ ലൈറ്റ്? ബാറല്ല, പാർ ലൈറ്റ്. ഞാൻ കൂടുതൽ അങ്ങനെയുള്ള പടങ്ങളാണ് വർക്ക് ചെയ്യാറ്. പിന്നെയും അമ്മത് വിളിച്ചോണ്ട് വന്നേന്ന്. ഞാൻ ആക്ച്വലി ഒരു ചായ. പഞ്ചാരില്ല. പഞ്ചാരില്ലെന്നാ നിന്റെ അടുത്താ? എന്നാ മധുരമില്ലാത്തൊരു ചായ മതി. നല്ല സോഫ്റ്റ് പതിപ്പിച്ച ചായ ഞാൻ തരാട്ടാ. എന്തുകൊണ്ടാ പല്ല് കടിച്ചു പൊട്ടിക്കുന്നത്? എടുക്ക് പോയൊരു ചായ എടുക്കും. സഞ്ചരിക്കുന്ന പഞ്ചാര ഫാക്ടറി അവൻ. പഞ്ചാര ഇല്ല പോലും. ആഹാ, ഇതുപോലത്തെ ഒരെണ്ണം കന്നാസിൽ പിടിപ്പിക്കണം. ചേട്ടാ അവിടെ ഇരുന്ന് കുടിച്ചോ? ഞാൻ ഇവിടെ നിന്ന് ചാരി കുടിച്ചോളാം. രവിയോണ്ട് പോയി ആർട്ടിസ്റ്റ് റെഡ് ബുൾ പോയിക്കണ്ടല്ലോ. ആ റെഡിയാക്കടാ. ഈ രവി തേയില നല്ല മായം ചേർക്കണ്ടല്ലേ? ഒന്ന് പോ ചേട്ടാ, അത് നാടനാ. പെങ്ങളെ വേണ്ട ചേട്ടാ. ഈ എനിക്ക് അഭിനയിക്കാനായിട്ട് ഇറങ്ങി ജോസ് പ്രകാശൊക്കെ വിളിക്കൂലേ, അതുപോലെ ഈ പുകയൊക്കെ വിടണേ പഴയ സിനിമയിൽ, അതുപോലത്തെ പൈപ്പ് അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ വഴിയുണ്ടോ? बावरा हो गया है क्या? समझ में नहीं आ रहा है क्या बोल रहा है? मैं भी बावरी हो गई तेरे के अकेले काम करके मैं भी बावरी हो गई. कॉस्ट्यूम चाहिए तो बताना. कॉस्ट्यूम कॉस्ट्यूम पागल हो गया है. രവി ഒരു വാക്ക് പറയാറുണ്ടാ? അതേ വേണ്ടെന്ന് പറഞ്ഞപ്പോ ചാടിപ്പോയതല്ലേ, അനുഭവിച്ചോ. ചേട്ടാ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റെഡ് ബുൾ കിട്ടോ? കിട്ടുമോന്നാ? മാമച്ചന്റെ കടയിൽ കിട്ടാത്ത സാധനമില്ല. ഈ ഏരിയയിലെ എല്ലാ സാധനവും മാമച്ചന്റെ കടയിൽ കിട്ടും. അതെവിടെ കട? അതായത് അടിവാരം കഴിഞ്ഞൊരു 18 പന കഴിഞ്ഞ് വലത്തേക്ക് തിരിയുമ്പോഴാണ് മാമച്ചന്റെ കട. 18ാമത്തെ പനെ? മനസ്സിലായില്ല. പറഞ്ഞാൽ മനസ്സിലാവൂല, അതൊന്നും സിനിമാക്കാർക്ക് മനസ്സിലാവൂല. അടൂർവാസി മരിച്ചത് അറിയാൻ പാടില്ല. ചേട്ടാ അത് ഞങ്ങൾ വാങ്ങിച്ചോളാം. അല്ല, നിങ്ങളവിടെ പോയാലേ ഇപ്പോഴെങ്കിലും എത്തൂല, നല്ല ദൂരമുണ്ട്. ഞാനാവുമ്പോ നിന്ന് പടച്ചു കഴിഞ്ഞാൽ ചടേന്നിങ്ങെത്തും. ചേട്ടാ കാശ് വേണ്ടേ? കാശൊക്കെ വന്നിട്ട് പറയാം. എത്ര പാക്കറ്റാ വേണ്ടെന്ന് പറ. പാക്കറ്റാ? റെഡ് ബുള്ളാ ചേട്ടാ? ബോട്ടിലാണ്. ചേട്ടാ ബോട്ടിലാണെങ്കിലും കപ്പലാണെങ്കിലും മാമച്ചന്റെ സാധനം കിട്ടൂടാ തട്ടിക്കൂട്ടി രവി. റോഷ, നമുക്കേ സോങ്സിന്റെ 1-2 കട്ട്സ് ഔട്ട്ഡോർ പോയാൽ കൊള്ളായിരുന്നു. ഔട്ട്ഡോർ വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ലൈവിലാവും, അതുകൊണ്ടാ. ഈ കോമ്പൗണ്ട് വിട്ടുള്ള ഒരു ഷിഫ്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട മനു. നടക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ എന്നാ കുഴപ്പം? ഇവിടെ വെച്ച് തീർക്കാവുന്ന ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ മതി. അല്ലാതെ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. നടക്കില്ല. റോഷൻ ചേട്ടാ ഒന്ന് ഇങ്ങടെ വന്നേ. എന്നതിന് ദേ വേറെ മാറ്റി ചിന്തിക്കണ്ട കേട്ടോ, നടക്കില്ല. ഓരോരോ പ്ലാനിങ് ഇയാളുടെ അടുത്തൊക്കെ ദേ കുടിച്ചോ. ഇതെന്നത്? ആപ്പിൾ ജ്യൂസ്. ഇതെവിടെന്ന്? ഇത് ഇവിടെ ഉണ്ടാക്കിയത്. നമ്മുടെ സെറ്റിൽ നമ്മുടെ പ്രൊഡക്ഷനിൽ ആപ്പിളോ? ആ സത്യം പറയടാ, ഇത് എവിടെ നിന്ന് മോട്ടിച്ചാ നീ? അയ് ശരി. ഇത് ഇവിടുത്തെ ആർട്ടുകാർ കൊണ്ടുവച്ച ആപ്പിളിൽ നിന്ന് ഇത്തിരി എടുത്ത് ജ്യൂസ് അടിച്ചാണ്. ഇക്കൊക്കെ വേണ്ടെങ്കിൽ ഇവിടെ വന്നേക്ക്, ഞാൻ ആർക്കും കൊടുത്തോളാം. അതല്ല, ഈ ഡയറക്ടർക്കും ക്യാമറമാനും കൊടുക്കണ്ടേ? കൺട്രോളർ ഫസ്റ്റ്. എന്നും ഇങ്ങനെ നടന്നാൽ മതിയോ? നിനക്ക് ചീഫാവണ്ടേ? ഇക്കാര്യം ഇത് കുടിക്കും. എങ്ങനെയുണ്ട് സാധനം? ടേസ്റ്റ് ആണല്ല? കൊള്ളാല്ലേ? സൂപ്പറാ. വേണ്ടോ? സീനൊന്നുമില്ല, എല്ലാവർക്കും കൊടുത്തോ. സീനാ? എന്നാ എല്ലാവർക്കും? അതെ, ഈ ആർട്ടുകാർ ഈച്ചയും പ്രാണിയൊക്കെ വരാതിരിക്കാൻ വേണ്ടി മരുന്നടിക്കുമല്ലോ, അതടിച്ചിട്ടുണ്ടെന്ന് ടെസ്റ്റ് ചെയ്തേണ്. എടാ കാലമട ഓർമ്മ തന്നാണല്ലോ. കോഴീനെ ഇറക്കണതിന് മുമ്പ് വെള്ളം കൊടുക്കുമ്പോഴാണ് എനിക്ക് ജ്യൂസ് തന്നെ. അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. ബി പോസിറ്റീവ്. പിടിച്ചേ ബാറ്റാ സ്ലിപ്പൊക്കെ എഴുതി വെച്ചിട്ടല്ലോ. മോൻ ചെല്ല് ചെല്ല് ചെല്ല്, നീ ചെല്ലടാ. എന്തു പറ്റി? ഇവിടെ നടക്കത്തില്ല. ഇത് അഴിഞ്ഞാട്ടമല്ലേ? ഇത് മുറ്റത്തിട്ട് സ്ഥലത്ത് എന്താ പറഞ്ഞ എന്ത് തോന്നിയ സ്ഥലം എന്നാണോ? ഇതൊരു വല്ലാത്ത കുരിശായല്ലോ. എടാ നമ്മുടെ അവസാനത്തെ നമ്പർ എടുത്താലോ? നീ എന്തെങ്കിലും ചെയ്, ഇയാളൊന്ന് ഒഴിവാക്കിത്താ. ഞാനിത് അങ്കിളത് റീൽസ് കഴുത്തിൽ തുണിയും ചുറ്റി വന്നേക്കോ അവൻ. എല്ലാം ഇറങ്ങിക്കോണം എന്റെ മുറ്റത്ത് തോന്നും. ഒരു എണ്ണത്തിന് ഞാൻ ഇവിടെ നടത്തുന്നു. അമ്മ ഒന്നീ വേണ്ട.
വേണ്ടേ? വാന്നേ ഞാനല്ലേ വിളിക്കുന്നത്. വാ. ഈ മുണ്ടൊന്ന് താത്തിടരുതോ. ഒരു 3 സ്ത്രീകളുള്ള വീടാണ്. മുത്തശ്ശിയെ കൂട്ടിയില്ല 4 സ്ത്രീകളുള്ള വീടാണ്. അവിടെയാണ് നീ മുണ്ടം താത്തിട. സത്യത്തെ അമ്മ പറയുന്നത്. പിന്നെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു 10-65 വയസ്സ് പ്രായമുള്ള നല്ല ആട്ടിത്തമുള്ള ഒരാളെ കിട്ടാൻ വഴിയുണ്ടോ? എന്തിനാ? ഒരു വേഷം ചെയ്യാനാ. നമ്മുടെ സിനിമയിലോ? ഈ ആട്ടിത്വം എന്നൊക്കെ പറയുന്നത് ഒരു തറവാട് മഹിമയാണ് അല്ലേ? അതെ. ഞാനാണെങ്കിൽ കൂടൽമാണിക്യത്തിലേക്ക് പോയി കഥകളിയൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ സിനിമയ്ക്ക് ഈ ഒരു തറവാടിത്വമൊക്കെ മതിയെങ്കിൽ ഞാനൊരു കൈ നോക്കാം. ഓ അത് വേണ്ട മാവാ. അതെന്താ? അമ്മാവനെ ഒരല്പം ആട്ടിത്തം കൂടുതലാ. അയ്യോ, മാത്രമല്ല ഈ വെള്ളയും വെള്ളമായിട്ടുള്ള സീനല്ല, ഇതൊരു വിറവെട്ടുകാരന്റെ സീനാ. ബംഗാളിയായ ഒരു വിറവെട്ടുകാരൻ, പ്രായമായതുകൊണ്ട് പണ്ട് ജോലി ചെയ്തിരുന്ന വീടുകളിൽ പോയി ജോലി അന്വേഷിക്കുന്ന ഒരു ബംഗാളി. ചെയ്യാം, ഞാൻ ചെയ്യാം. ഈ വേഷം പൂഷാദി കാലഹ എന്നാണല്ലോ, അപ്പൊ ഞാൻ ചെയ്യാം. അതെ, അവശനായ ബംഗാളി ഈ വീട്ടിൽ വന്ന് വിറക് വെട്ടാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് വല്ലതും തരും. അതാണ് സീൻ. അല്ല, മരം വെട്ടുകാരനാണെങ്കിൽ എനിക്ക് ആ മറ്റേ ഡയലോഗ് കൂടെ ചേർക്കാലോ. ഏത് ഡയലോഗ്? അതായത്, നേരെ തിരുമേനി, ഈ അപ്പച്ചൻ പള്ളിയിൽ പോയിട്ടില്ല, മരം വെട്ടുകാരനായിരുന്നു അപ്പൻ. ഒറ്റ വെട്ടിന് അമ്മച്ചീനെ കയറി പിടിച്ച റേഞ്ചർ സാഹിബിനെ കണ്ടം വഴി ഓടിച്ച ബംഗാളിയായിരുന്നു അപ്പൻ. പറയാം പറയാം, ആ ഡയലോഗും പറയാം. ഡ്രസ് മാറിട്ടോ കേട്ടോ. പിന്നെ ഞാൻ ഒരു ഡയലോഗ് കൂടെ ചേർത്തോട്ടെ. ഏത്? ഈ വീട്ടിൽ വന്ന് ജോലി ചെയ്തതിനു ശേഷം ഞാൻ കൂലി മേടിച്ചു, എന്നിട്ട് ഞാൻ ഇന്നിവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ ആകുമ്പോ ഷൂട്ടിംഗ് തീരുന്ന വരെ എനിക്കിവിടെ താമസിക്കാമല്ലോ. ഇന്നിവിടെ താമസിക്കാൻ ഇത് തന്റെ അച്ചി വീടുന്നല്ലോ. താൻ പറയുന്നത് ചെയ്താൽ മതി, ഓവറാക്കണ്ട. താനോ? ഞാനോ? അതേടോ, താൻ തന്നെ. തനിക്ക് വേഷം ചെയ്യണോ വേണ്ടയോ? വേഷം ചെയ്യണം. ആണോ? എന്നാ പൊക്കോ. ചെയ്യാം, പോട്ടെ. മൃദു, ഇയാൾക്കൊരു ബംഗാളിയുടെ കോസ്റ്റ്യൂം കൊടുത്തേ. എന്നാ പിന്നെ മക്കളുടെ ഡാൻസ് അങ്ങ് നടക്കട്ടെ. ഓ സന്തോഷം. അല്ല, നെറ്റ് ബാങ്കിങ് മതി. ക്യാഷ്യർ ബാങ്കിൽ നിന്ന് പോകുന്നില്ലേ? ആ അതെ ടോണി, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എനിക്കൊരു ഇത്തിരി കാര്യം. ടോണി, ഹലോ, എൻ്റെ കാര്യം പറയുമ്പോൾ അപ്പം തന്നെ എന്നടാ അത്ര സന്തോഷം? പാക്കപ്പ് പറഞ്ഞോ? അതെ, ഇവിടെ ഒരു മത്സ്യകരയിടായിരുന്നില്ലേ? ഒന്നല്ല 2 3 ഉണ്ടായിരുന്നല്ലോ, അതിനൊക്കെ നോക്കി വെച്ചേക്കായിരുന്നല്ലേ? അല്ല, അത് വീണു. എടാ, അതൊക്കെ കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേരാ. അതിലേതിനെ ഏത് തെണ്ടിയാ വീഴ്ത്തി? നീയാണോ? അയ്യോ, ഞാനല്ല ഭായ്. പിന്നെ ഇവിടെ മരത്തിന്റെ ഒരു മത്സ്യകരയുടെ പ്രതിമ ഉണ്ടായിരുന്നില്ലേ, അത് താഴെ വീണ് പൊട്ടി. പടച്ചോനെ, എന്നിട്ട് വന്ന് ഇളിക്കുക. ഇത് പിടിച്ചേ, പിടിച്ചേ. എടാ നിന്റെയൊക്കെ എന്ത് പറ്റി? ഉണ്ട് ഉണ്ട്. എടാ നിന്റെയൊക്കെ പ്രവൃത്തി കൊണ്ടേ ഈ വീട്ടുകാരെന്റെ എല്ലാ ഊരി വാങ്ങിക്കും. അപ്പൊ നാണം മറച്ചു പോകാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കിയതാ. ഇക്കടക്കിന് പോയാലേ അതും കൂടി ഒരു വാങ്ങി. കൂടുതൽ വർത്താനം പറയാതെ പോയി പണിയെടുക്കടാ. എടാ മര്യാദക്ക് നോക്കിയും കണ്ടു ചെയ്യോട്ടോ. ഒരു മിനിറ്റ്. സമാധാനായിട്ട് എന്നാ പൊട്ടിച്ച, എത്ര രൂപയുടെ സാധനമാണ്? ഏത് തെണ്ടിയാ പൊട്ടിച്ച പറ. അതല്ല, ആ ചെത്താരനെ കണ്ടായിരുന്നോ? അയാളുടെ പാസിംഗ് ഷോട്ട് റെഡി ആയിട്ടുണ്ട്. അതാണോ? ആ പുള്ളി ഇവിടെ കണ്ട് സൈക്കിൾ ചവിട്ടി അതിലെ കണ്ട് പോയിട്ടുണ്ട്. അവിടെ സൈക്കിളാ? എവിടെ? എന്റെ കൊച്ചി അതിലെ കണ്ട് പോയിട്ടുണ്ട് സൈക്കിൾ ചവിട്ടി. ഇയാൾ അപ്പോഴേക്കും ഇത് എവിടെ പോയി? ചുമ്മാ ഓരോന്നും. ആ ബന്ധം ഇതൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ഹാരി, അങ്ങോട്ട് പോയി. അയ്യോ, വരുന്നില്ലല്ലോ പണ്ടാരം. അയ്യോ, വേദന എടുക്കുന്ന എന്റെ ദൈവമേ. വെയിലത്തായി പോലും മൊത്തം. ഇനി ചെറിയ പാട്ട് അങ്ങോട്ട് വെക്കാം. പാട്ട് കേട്ടിട്ടുള്ള പണിയൊക്കെ മതി. ഇത് സൂയിക്കാം. ആ ശല്യം അങ്ങനെ കഴിവായി. പണിയുടെ എണ്ണം തെറ്റിയത് ഇവരറിയാതിരുന്ന കാരണം. കഴിച്ച് വെള്ളം നോടാ. സാധനം കിട്ടിയേട്ടാ? കിട്ടിയോന്നാ? ഇതേതാ നാട്? ഇതേതാ രാജ്യം? ഏതാ? ദേ, നിങ്ങൾ പറഞ്ഞ പോലെ റെഡ് ബോൾ പൊളിച്ചെല്ലാം വെച്ച ഇതാണല്ലേ റെഡ് ബുള്ള്? ആ കടയിൽ ഈ കളറ് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ പച്ച മഞ്ഞായിരുന്നു. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ ഇത് തന്നെ തരാന്നാ പറഞ്ഞേക്കണേ. നന്നായി. ഡുഡു, റെഡ് ബുള്ള് കൊണ്ടുപോയി ആർട്ടിസ്റ്റിന് കൊടുക്ക്. റെഡ് ബോളാ? അതെ,
എടാ തലപ്പന്ത് കളിക്കാനാണെങ്കിലേ ഞാനുണ്ടെന്ന് പറയട്ടോ ഉഗ്രനായിട്ട് കളിക്കും. എടാ അല്ല എന്റെ വേഷം എന്താടാ? ചേട്ടാ അതെ ചേട്ടൻ ഇവിടെ കുറെ നേരം അന്വേഷിച്ച് കണ്ടില്ല. ഇനിയിപ്പോ ഇത് ആ ബംഗാളിനെ കണ്ട പുള്ളിയുടെ വേഷം കൂടി കഴിഞ്ഞാ ചേട്ടനെ വിളിക്കും. അല്ല ഈ ബംഗാളിനെ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബംഗാളികളൊക്കെ സിനിമയിലും ആയ. അരെ ബംഗാളി തും രാജൻ മേസിരിക്ക ബംഗാളി സാലെ ബംഗാളി. ഷൺമ ഇത് ഞാനാടാ, മേനനാടാ, ഗോപിനാഥ മേനൻ. നിനക്കത് മനസ്സിലായില്ലേ? മേന്നെ നിങ്ങളോടാര് ഈ കൊലച്ചതി ചെയ്തത്? എടാ സിനിമയല്ലേ പിന്നെ സിനിമക്കാരെ വേഷം എനിക്ക് തകർന്നു സംഭവമൊക്കെ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുക. ഞാൻ തകർത്തോണ്ടിരിക്കുക ഞാനിവിടെ. രാവിലെ കാണാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇനി എന്റെ കള്ളങ്കാനം കുടിച്ചിട്ടാണോ? ചക്ക രവി അവനെന്റെ മനസ്സിലായി. പാരമ്പര്യമായിട്ട് ഇവർക്ക് മറ്റതിന്റെ അസ്കിത ഉള്ളതാ. ഒന്ന് സൂക്ഷിച്ചോ. സൂക്ഷിക്കാട്ടാ. നാട്ടിൽ മൊത്തം ബാധകളാന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞ വരാൻ പറ്റില്ലെന്ന്. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ടെന്ന്. സീൻ തീർക്കണം. അത് കുറെ സീൻ ഉണ്ട്. ഏകദേശം ഒരു 10-400 കാണും. നീ വെച്ചിട്ട് പോയിക്ക്. വൈകിട്ടാ? വേണ്ട 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 അരിയിടണ്ട. ഞാൻ മിക്കവാറും ഷൂട്ടിങ്ങുകാരുടെ ഒപ്പം കൊച്ചിയിലേക്ക് പോകും. സൈക്കിളോ അത് ഇവിടെ എവിടെയെങ്കിലും കാണും. വന്നിട്ട് പാക്കലാം ചലാം മുദ്ദുഗം. ഭാര്യ അങ്ങ് മധുരയില വീട്. ചേട്ടോ അവിടെ പോയി നോക്ക്. അവിടെയാണ് ഷൂട്ട് നടക്കണേ. ആണോ? എന്നാ ഞാൻ അഭിനയിച്ചിട്ട് വരാം. ആയിക്കോട്ടെ. ഓടാ വരാന്താ. ഇന്ന് ചിലപ്പോ ചോര കാണാൻ നിനക്ക്. അപ്പോഴേ ചേട്ടാ നമ്മള് ഈ വഴി സൈക്കിൾ എടുത്ത് നേരെ പോകുന്നു. സലീമിന്റെ വീട്ടിൽ നോക്കിയിട്ട് ഇവിടെ പുതിയ താമസക്കാർ വന്നല്ലോ എന്ന് പറയുന്നു. ആ വഴി പോകുന്നു. അത്രേ ഉള്ളൂ സീൻ. അല്ല സാറേ ഇത് സലീമിന്റെ വീടല്ല കേട്ടോ. ഇത് നമ്മുടെ മിലിറ്ററിക്കാരൻ ദേവദാസിന്റെ വീടാണ്. സാറിന് അറിയാൻ പാടത്തുണ്ടാണ്. ചേട്ടാ ഇത് മിലിറ്ററിക്കാരൻ ദേവദാസിന്റെ വീട് തന്നെ. പക്ഷേ സിനിമയിൽ ഇത് സലീമിന്റെ വീടാ. അതുകൊണ്ട് തന്നോട് പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഇത് സലീമിന്റെ വീടല്ല, മിലിറ്ററിക്കാരൻ ദേവദാസിന്റെ വീടാന്ന് എനിക്കറിയാം. ഞാൻ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോണല്ലേ. അത് ശരി. നമുക്ക് ആ പേര് പറയണ്ട. പേര് പറയണ്ട. ആ നാരിയുടെ പേര് പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല. 1-ാം തീയതി കള്ളു മേടിക്കാൻ ചെല്ലുമ്പോ പട്ടിനെ അയച്ചിട്ട് ഓടിക്കണവൻ അറിയോ? ആ പട്ടീനെ എനിക്ക് ഒരു ദിവസം കിട്ടും, ദേവദാസിനെ. വേറൊരുത്തനും കൂടി ഉണ്ട് അവിടെ. ഈ കള്ളിയില് മണീനീച്ച വീണിട്ട് ഇങ്ങനെ കിടക്കും പോലെയുള്ള മുഖമുള്ളൊരുത്തൻ. അപ്പൊ ചേട്ടൻ സൈക്കിൾ എടുക്കുന്നു. ആ വീട്ടിൽ നോക്കിയിട്ട് ഒന്നുമില്ല, ഇവിടെ പുതിയ താമസക്കാര് വന്നല്ലോ എന്ന് പറഞ്ഞ് ആ വഴി പോകുന്നു. അത് ഞാനൊരു കാര്യം ചെയ്യാൻ നിർത്തിയിട്ട് പറയാലോ. അത് പറയാം. അതാ പറഞ്ഞ, അതാ അതിൻ്റെ ഒരു മര്യാദ. അപ്പം നിർത്തിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പുതിയ താമസക്കാരില്ല അവിടെ കയറി ഒന്ന് പരിചയപ്പെടലുമായി ഒരു നാരങ്ങളൊക്കെ കുടിച്ച് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് അങ്ങ് കൂടാലോ. ഷൂട്ടിങ് കഴിഞ്ഞ് നാളെ നിങ്ങളങ്ങ് പോകും. ഞങ്ങൾ തമ്മില പിന്നെ കാണേണ്ടവരെ. അങ്ങനെയൊരു സംഗതി ഉണ്ടേ. ചേട്ടാ അത് നമുക്ക് വേറൊരു ദിവസം വയ്ക്കാം. വേറൊരു ദിവസം പരിചയപ്പെടാം. മതിയോ? മതി. അതാവും നല്ലത്. അപ്പം ഞാൻ സൈക്കിളിൽ നിർത്തിയിട്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു. എവിടെ വരെ പോകണം? അത് പിന്നെ നിർത്തണ്ട, വിട്ടുപോക്കോ. ഇവനേതവൻ? അസോസിയേറ്റ്. ഇവിടെ ആണെങ്കിൽ സംസാരിക്കണം പള്ളേ. നീ പറടാ. ഇതിങ്ങനെ നിന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് എവിടെ വരെ പോണം? വീട് വരെ പൊയ്ക്കോട്ടാ. വീട് വരെ. ഇപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായത്. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ, ബാക്കി നാളെ അല്ലേ അഭിനയിക്കേണ്ടത്? അതെ അതെ. അപ്പൊ എനിക്ക് ഷർട്ട് വേണമായിരുന്നു. ഷാമേ ഷർട്ട് അറേഞ്ച് ചെയ്തോട് സാറിന്. വേണ്ട വേണ്ട, ഞാൻ നാളെ അഭിനയിക്കാൻ വരുമ്പോ ഷർട്ട് എടുത്ത് പോകാം. മോളെയൊക്കെ അന്നാസം കൊടുത്തപ്പ പെട്ടെന്ന്. ഇവളാണ് ഈ ചെത്തുകാരെല്ലാം നടന്നെ കണ്ടുപിടിച്ചത് കേട്ടോ. നല്ല സമ്മാനം ഞാൻ തരുന്നുണ്ട് കേട്ടോ. ഈ വീട്ടില് പുതിയ താമസക്കാരുണ്ടല്ലോ അല്ലേ? ചേട്ടാ അങ്ങനല്ല, ഈ വീട്ടിൽ
പുതിയ താമസക്കാർ വന്നല്ലോ. നല്ലല്ലോ വന്നല്ലോ. നല്ലോ. ആ അങ്ങനെ തന്നെ പറഞ്ഞ കേട്ടോ. ആ. സംശയമൊന്നുമില്ലല്ലോ. ഇല്ല സംശയമൊന്നുമില്ല. അത് ഒറ്റ പ്രാവശ്യം കേട്ടാ മതി. ഷൺമുഖൻ പിന്നെ ഓർക്കൂല. ബാക്കിലോട്ട്. വന്നല്ലോ. ആ വന്നല്ലോ. ആ. മതി. മടിയൊന്നുമില്ല. ഈ വീട്ടില് പുതിയ വീട്ടുകാരുണ്ടല്ലോ അല്ലേ? ചേട്ടാ അങ്ങനെ അല്ല. ഇവിടെ നോക്കിട്ടേ, ഇവിടെ പുതിയ താമസക്കാർ വന്നല്ലോ. വന്നല്ലോ. ആ ചേട്ടാ ഒന്ന് പോവാമോ? ഒന്ന് പുറകോട്ട്. മരം വല്ലം പട്ടം കുറച്ചും കൂടെ, അല്പം കൂടെ പുറകോട്ട്. പോവാനേ. മതി. ആക്ഷൻ. ഈ വീട്ടില് പുതിയ താമസക്കാർ വന്നല്ലോ. ഓക്കെ, പെർഫെക്റ്റ്. പക്ഷെ വേറെ ആൾക്കാർ അവിടെ താമസിക്കണമെന്ന് എനിക്കറിയാം. കാരണം ഷമ്മു നടക്കുന്നുണ്ട് കുറെ കാലായി. എനിക്കറിയാം ഈ വീട്ടില് ദേവദാസ താമസിക്കും. പണിയെടുത്ത് ചുമ്മാ മനുഷ്യനെ ജോജി അമ്മാവാ അമ്മാവനല്ല ബംഗാളി. ആ മുറിയിൽ ഒരു ആണി അടിച്ചോട്ടെ. നീ അങ്ങോട്ട് എന്നിട്ട് അടിക്കാൻ അങ്ങോട്ട്. വേണമെങ്കിൽ ഒരു സൈഡ് അങ്ങ് പൊളിക്കല്ലേ, നമുക്ക് ഷൂട്ട്. അതാണ് ഫസ്റ്റ് അല്ലേ? ഊപ്പർ പിടിക്കണം ബംഗാളി. അത്ര പവറി പറയാൻ എന്റെ ഉള്ളിൽ നിന്ന് അങ്ങ് പോകും. പുള്ളിന്ന് അങ്ങ് പോവാതെ പിടിച്ചാ മതി. അരേ ബായ്. പുച്ഛം ശ്യാമേ, ആ മൂക്കിന്റെ അടുത്തൊരു ഗ്ലോ ഉണ്ട്, ഒന്ന് ടച്ച് ചെയ്യണം. മേക്കപ്പ് റെഡി സാർ. അവിടെയല്ല ഇവിടെ. ഇവിടെടാ പോയി അവിടെ ഇരുന്നോട്ടാ. അവിടെ ഇരിക്കാൻ, അവിടെ പോയി ഇരിക്കാൻ. വേണ്ട, മതി. ഓക്കെ, ഇനി ഒരു വൈഡ് എടുക്കാം. മാക്സിമം ക്ലോസ് ചെയ്യുന്നേ. ഒരുപാട് സമയം എടുത്ത് ചെയ്ത സാധനമാനെ. ആരീ ഇത്? ഞാനല്ല, നമ്മുടെ പയ്യൻ. അങ്ങനെ പറ. ഇയാളെന്താ കാണിക്കണേ? ഞാനുമായിട്ട് എനിക്ക് പഠിക്കണം. അയ്യോ, ഇങ്ങനെ ഒരെണ്ണം എടുക്കണം. പിന്നെ നമ്മളിത് ഇങ്ങനെ ഒരെണ്ണം എടുക്കും. പിന്നെ നമ്മളെ കെട്ടിപ്പിടിച്ച്. അയ്യോ പറ്റുന്നില്ല. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരാവേ. അത് കുഴപ്പമില്ല, നിങ്ങൾ ചേർന്ന് വിത്തൗട്ട് ചായ, കാപ്പി, ബ്ലാക്ക് ടീ. ഞാനെന്തുകൂടെ ചായക്കട നടത്തല്ലേ? വിം കുടിച്ചിട്ട് ബംഗാളി പറഞ്ഞ ഓട്ടം കണ്ട. ചേടാ, ഇത് പിടിവിട്ടോണ്ട് പാമ്പ് പിടിച്ച അവസ്ഥയല്ലടാ. ഇയാളുടെ ശല്യം തീർന്നല്ലടാ. പിന്നെ നീ ഇയാൾക്ക് വിം കൊടുത്തല്ലേ? ഇത് കുറച്ച് ഓവറായിട്ടളിയാ. അയ്യോ, ഒരു മാന്യന്മാര്. നിങ്ങൾക്ക് കൂടി അങ്ങേരെ കൊണ്ട് ഫാൻസി ഡ്രസ് ചെയ്യിപ്പിച്ച അത്ര ഓർമ്മല്ലട്ടാ. ഞാനല്ല ഡ്രസ് ചെയ്യിപ്പിച്ചത്, ഞാൻ ജസ്റ്റ് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. ആ ബ്രോക്കറുടെ സീനും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഡേ സീൻസ് എല്ലാം ഓവറല്ലേ? കംപ്ലീറ്റ്. അല്ല, അത് ശരിക്കും പാർവണയുടെ വീട്ടിൽ ചെയ്യേണ്ട സീനായിരുന്നു. അത് സാറില്ല, ഔട്ട്ഡോർ അല്ലേ? അതെ സീൻ. അത് നമ്മുടെ കല്യാണ ബ്രോക്കർ ചാക്കോയെ പാർവണയുടെ വീട്ടിലേക്ക് വരുന്ന വഴി ടി എസ്റ്റേറ്റിൽ വെച്ചിട്ട് അവളുടെ അച്ഛന്റെ മാനേജർ കറിയെ കാണുന്നതും പാർവണയുടെ കല്യാണം സെറ്റായി എന്ന് പറയുന്നതും അതാണ് സീൻ. അതിനുശേഷമാണ് ജിതിന്റെ കൂടെ പാർവണ പോകുന്നത്. അല്ല, ചാക്കോടെ ക്യാരക്ടർ നമ്മുടെ ടോണി അല്ലേ? ചെയ്യില്ലേ? ഓ പിന്നെ ടോണി അഭിനയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന അസലോ മുഹൂർത്തമല്ലെന്ന്. നമ്മുടെ വിജയ് ബാബുവിനെ പോലെയൊക്കെ പ്രൊഡ്യൂസർ ടോണി വലിയ നടനാവില്ല എന്ന് ആര് കണ്ടു അല്ലേ? ആ ടെൻഷനൊന്നുമില്ലല്ലോ. ഓ എന്ത് ടെൻഷൻ? എന്താ ഡയലോഗാ അത് ഈ വരുന്ന വഴിക്ക് എസ്റ്റേറ്റിൽ വെച്ചിട്ട് കറിയെ കാണുന്നു. എന്തൊക്കെയുണ്ട് ചാക്കോ വിശേഷങ്ങൾ? ഞങ്ങളുടെ കൊച്ചിന്റെ കല്യാണക്കാര്യം എന്തായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ടോണി ബ്രോ എന്നാ പറയാനാ കറിയാ എന്ന് പറഞ്ഞ് കയ്യിലെ പത്രം തേയില ചെടിയിലേക്ക് ഇടുന്നു. അതാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഷോട്ട്. കുഴപ്പമില്ല. നടന്നു വരുന്ന ചാക്കോനോട് കറിയെ ചോദിക്കുന്നു, എന്തൊക്കെയുണ്ട് ചാക്കോ വിശേഷങ്ങൾ? അപ്പൊ ചാക്കോ, ഓ എന്നാ പറയാനാ കറിയ. എടാ മോനെ, ഇത്ര വിളങ്ങാ. ഓ എടാ, ഇതിന് മിക്സ് ചെയ്യാനൊന്നുമില്ലേ? യു മീൻ ആൽക്കഹോൾ? എടാ, ഒരു ധൈര്യത്തിനെ ഒരു ചെറുത്. സാറ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറൊക്കെ തന്നെയാണ് സമ്മതിച്ചു. എന്നിരുത്തി എന്ത് തോന്നിയ സാവാന്ന് കരുതട്ടോ സാറേ. ഇത് നമ്മുടെ പടമല്ലേ? കുടിച്ചിട്ടാണ് ആൾക്കാർ തൊഴിലിനോണത്. ഈ കടക്കിന് എല്ലാവരും ധൈര്യം സംഭരിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഈ സെറ്റിന്റെ അവസ്ഥ എന്താവും? ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ പൊക്കോ. ചാക്കോയുടെ കറി ചോദിക്കുമ്പോ എന്ത് പറ്റി കറിയാ? ഞാൻ എന്നാ പറയാനാ കറിയാ? എന്റെ കർത്താവേ. റെഡിയല്ലേ ഹരി? റെഡി. എന്നാ പറയാനാ കറിയാ? അതാണ് ഡയലോഗ് കേട്ടോ. ടേക്കാണേ. സ്റ്റാർട്ട് സൗണ്ട്. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ്. ക്ലാപ്പ് ഇൻ. 25/3 ടേക്ക് 1.
ആക്ഷൻ. എന്തൊക്കെയുണ്ട് ചാക്കോ വിശേഷങ്ങൾ? എന്തായി ഞങ്ങളുടെ കൊച്ചിന്റെ കല്യാണ കാര്യം? എന്നാ കറിയാ പയറ? പയറല്ലോ, പരിപ്പ് പരിപ്പ്. കളഞ്ഞിട്ട് പോടോ. പച്ചള പണിക്ക് പോയാ പോലെ. ശ്യാമേ, ആ ഡയലോഗ് ഒന്ന് പറഞ്ഞോടാ. ഞാൻ പറഞ്ഞ ഡയലോഗ് തെറ്റെന്താണുള്ളത്? എന്നാ ചാക്കോ വിശേഷങ്ങൾ ചോദിച്ചു. എന്നാ പറയാ കയറാന്ന് ഞാൻ പറഞ്ഞു. ഇതിലെവിടെയാണ് തെറ്റ്? തെറ്റൊന്നുമില്ല, കറക്റ്റ് ആയിരുന്നു. പടത്തിന് സർട്ടിഫിക്കറ്റ് ഉറപ്പാ. ആ അത് ശരി.